ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു പാപസ്വഭാവത്തെ എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു കോപസ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അസൂയുണ്ട്, അല്ലെങ്കിൽ കുശുമ്പുണ്ട്, അല്ലെങ്കിൽ വേണ്ടാത്ത ആസക്തികളുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇതിനെ ഓരോന്നിനും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓരോന്നിനും ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ പാപത്തെ ജഡം കൊണ്ട്. ഞാൻ ആദ്യം പറയുന്നത് ഓരോന്നോരോന്നിനും ഡീൽ ചെയ്യുന്നതല്ലേ ഉദ്ദേശിച്ചത്. ഓരോന്ന് വരുമ്പോൾ നമുക്കിത് കൺഫസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫ്ലഷ് ക്രൂശിക്കപ്പെട്ടതാ, അല്ലെങ്കിൽ റൂട്ടോടുകൂടി പിതാവായ ദൈവം എന്നെ ക്രൂശിച്ചതാ യേശുക്രിസ്തുവിനോട് കൂടെ. ഇനി ഇത് വരേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് എന്നാ പറയുന്നത്, ഒരു ഉമ്മാക്കി കാണിക്കുക. ഞാൻ അറിയാതെ തന്നെ അത് വീണു പോകും വീണ്ടും. കാരണം ഞാൻ പറയുന്നത് എന്താ, ഇത് പണ്ട് പോലെ എനിക്ക് ചെറുപ്പം പോലെയുള്ള ഈ കോപസ്വഭാവം. എൻ്റെ അപ്പനും വല്യപ്പനും എല്ലാം വലിയ അയാൾ വലിയ ഒരു അഭിമാനത്തോടെയാണ് പറയുന്നത്. എൻ്റെ വല്യപ്പനൊക്കെ എന്നാ ദേഷ്യക്കാരെന്നറിയാം, വിറയ്ക്കുവാൻ. അപ്പൻ അതിനെക്കാട്ടി ദേഷ്യക്കാരൻ. ഞാൻ വന്നപ്പോൾ അതിനപ്പുറം അയാൾ വലിയൊരു ക്രെഡിറ്റ് പോലെ പറയുന്നത്. ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആംഗ്രി യങ് മാൻ, അമിതാഭ് ബച്ചൻ്റെയൊക്കെ ഒരു ഇമേജിലോട്ടായിരുന്നു അന്ന് ഞങ്ങളുടെ കാലത്തൊക്കെ ആംഗ്രി യങ് മാൻ വലിയൊരു സംഭവമായി. അപ്പം നമ്മൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായതൊക്കെ ജഡത്തിൻ്റെ പ്രവർത്തികളായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയാണോ വീക്ക്നെസ് ഉള്ളത്, അപ്ലൈ ദിസ് ടു ദാറ്റ് ഏരിയ. ആ കൺഫസ് ചെയ്യും. അസൂയുണ്ടോ അല്ലെങ്കിൽ മറ്റാസക്തികളുണ്ടോ, അത് വരുമ്പം നമ്മളിലേക്ക് എന്തെങ്കിലും നമുക്കറിയാമല്ലോ. അവിടെ നിൽക്കുക, എന്നിട്ട് പറ, ഐ കൺഫസ് മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ് ടുഗദർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. Therefore, Holy Spirit, help me. Give me the strength. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കും. ഞാനല്ലേ നമ്മുടെ ഒരു സംശയം, എന്തുകൊണ്ടാണ് എൻ്റെ പാപസ്വഭാവം ഇപ്പോഴും മാറാത്തത്? ഞാൻ രക്ഷിക്കപ്പെട്ട് ഇത്രയും വർഷങ്ങളായി. രണ്ട് കാര്യം. ഒന്ന്, ഇപ്പോഴും ഞാൻ സ്പിരിച്വലി ഒരു ശിശുവാണ്, ആത്മീയമായിട്ടൊരു ശിശുവാണ്. ഞാൻ വളരുന്നില്ല. എൻ്റെ അവകാശങ്ങൾ ഞാൻ തിരിച്ചറിയുന്നില്ല. ഞാനൊരു ദൈവമായതുകൊണ്ടും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടുകൊണ്ടും ഉണ്ടായ സംഭവങ്ങൾ മുഴുവനായിട്ട് എനിക്ക് പിടികിട്ടിയിട്ടില്ല. എനിക്കൊരു പോർഷൻ മാത്രം അറിയാം. കർത്താവിൻ്റെ പാപങ്ങൾ മോചിച്ചു, ഞാനിനി പാപിയല്ല. അതും ഞാൻ മിസ്യൂസ് ചെയ്യും. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ ലോകത്ത് എങ്ങനെ ജയകരമായിട്ട് ജീവിക്കാം, അതിനെക്കുറിച്ച് അധികമാരും സംസാരിക്കാറില്ല. കാരണം അതിന് വലിയ ഡിമാൻഡില്ല. ജഡത്തെ ക്രൂശിക്കുക എന്ന് പറയുന്നത് അതാണ് ക്രിസ്ത്യൻ ലൈഫ്, ദ വേ ഓഫ് ദ ക്രോസ്. അതുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും പല പ്രാവശ്യം പറഞ്ഞു, ഡിനൈ യുവർ സെൽഫ്. അതാണ് വേ ഓഫ് ദ ക്രോസ്. ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. അപ്പം നമ്മുടെ ഈ ഇഷ്ടം, അതായിരുന്നു ജഡം, അതിനെ പിതാവായ ദൈവം ക്രൂശിച്ചു. ഇനി അത് കയറി വരുമ്പം ജസ്റ്റ് ഡിനൈ. ഇതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ഇതൊക്കെ ചെയ്യാവേ. പലർക്കും പറ്റുന്നൊരു കുഴപ്പം അറിയോ, വീണ്ടും ജന്മം നടന്നു. നമ്മുടെ പാപസ്വഭാവങ്ങൾ മാറ്റാനായിട്ട് സ്വന്തം ശക്തിയിൽ പരിശ്രമിക്കും. എന്ന് പറഞ്ഞാൽ വീണ്ടും സെൽഫിലോട്ട് പോവാൻ. ഈ സോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, സെൽഫിലാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേറെ ആത്മാവാണ് ടോപ്പിൽ നിൽക്കേണ്ടത്, കൺട്രോളിൽ നിൽക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ദൈവം സൃഷ്ടിച്ച അങ്ങനെ. ആത്മാവ്, ദേഹി, ദേഹം, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ആദം പാപം ചെയ്തപ്പോൾ ഓർഡർ മാറിപ്പോയി. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഞാൻ ബോഡി ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ആത്മാവിനോട് പറയും, ഗിവ് മീ പെർമിഷൻ. ബോഡി സ്ട്രോങ് ആയതുകൊണ്ട് ആത്മാവ് പെർമിഷൻ കൊടുക്കും, പാപം ചെയ്യും. സ്പിരിറ്റ് ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ നമ്മൾ സ്പിരിറ്റ് വീണ്ടും ജന്മം നടന്നിട്ടില്ല. വീണ്ടും ജന്മം നടക്കുന്ന മുമ്പുള്ള കാര്യം. ഇനി വീണ്ടും ജന്മം നടന്നു, ആത്മീയമായിട്ട് ശിശുക്കളാണ്. അന്നേരവും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാ അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം അടിമയ്ക്ക് തുല്യരാന്ന് വചനം പറയുന്നു. ഇന്നെ തിരിച്ചറിയുന്നില്ല, അവകാശങ്ങൾ എന്താ തിരിച്ചറിയുന്നില്ല. ശിശുവാണ്, ഇങ്ങനെ പാൽ കുടിച്ച് ഇങ്ങനെ പോവുക. ഓ ഗോഡ് ഈസ് ലവ്, അതങ്ങ് നിർത്തും. ദൈവസ്നേഹം മാത്രമല്ല, കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകണം. അല്ല കർത്താവ് ഇരിക്കുന്ന എല്ലാം ഇങ്ങനെ നമ്മൾ എന്ത് തോന്നിയ ദിവസം കാണിക്കുക, കർത്താവ് ക്ഷമിച്ചോണ്ടേ. കർത്താവ് ക്ഷമിക്കുകയെന്നല്ല പറഞ്ഞു കേട്ടോ. കർത്താവിനെ കൊണ്ട് ഇങ്ങനെ ക്ഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുക, വളരാതിരിക്കുക. അതല്ല കർത്താവിൻ്റെ രീതി. ഗ്രോ അപ്പ്, ഗ്രോ ബ്രോ. അപ്പോൾ വീണ്ടും ജന്മം നടന്നതിന് ശേഷം പിന്നെ നടക്കുന്ന വലിയൊരു ഒരു അബദ്ധം എന്താണ്, ഒരു അപകടം എന്താണ്? ജഡത്തിൻ്റെ പ്രവർത്തികളൊക്കെ നമ്മൾ വിട്ടെന്ന് വിചാരിക്കുക. നമ്മുടെ മദ്യപാനം മാറി, കോപസ്വഭാവം മാറി,
ഇതെല്ലാം മാറി ജഡത്തിൻ്റെ അഴുക്ക് വിട്ടു, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഗലാത്യലേഖനത്തിൽ പറഞ്ഞ ജഡത്തിൻ്റെ പ്രവൃത്തികൾ വിട്ടു. ഇനി അടുത്തത് എന്തുവാ? ജഡത്തിൽ കുറെ നന്മയുണ്ട്. ജഡത്തിൽ കുറെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ബുദ്ധി, ഞാൻ പറയാൻ സോൾ എപ്പോഴും സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സെൽഫ് സെൻറ്റേർഡാണ്. ഞാൻ ഇരുന്നുകൊണ്ട് ആലോചിക്കും, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണ്ടേ. അപ്പോൾ എൻ്റെ ബുദ്ധി പറയും, ഇന്ന പോലെ അവിടുത്തെ 2-3 പേരെ കല്യാണം കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ വിവാഹപ്രായത്തെ പെൺകുട്ടികളുണ്ട്, നീ അവർക്ക് കുറച്ച് പൈസ കൊടുക്കുക. സെൽഫാണേ, പരിശുദ്ധാത്മാവല്ല. വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. എൻ്റെ ജഡത്തിൻ്റെ അഴുക്കൊക്കെ ഞാൻ മാറ്റി, വീണ്ടും ഞാൻ നടന്നു. പക്ഷെ എൻ്റെ ജഡത്തെ ഞാൻ മാറ്റിയില്ല. കർത്താവ് നിൻ്റെ ജഡത്തെ ക്രൂശിച്ചായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞാൽ ജഡം കംപ്ലീറ്റ്ലി, ജഡത്തിലെ മോശം പ്രവൃത്തിയും മാറി, നല്ല പ്രവൃത്തിയും മാറി. എന്നാൽ ജഡം ക്രൂശിക്കപ്പെട്ടു, ജഡത്തിന് ഇനിയും ജീവനില്ല. അതുകൊണ്ട് ഇനി നിന്റെ സെൽഫ് പൊങ്ങല്ല. സെൽഫ് എപ്പോഴും കൊണ്ടുവന്ന് സെൽഫ് റൈച്ചസ്നെസ്സിലോട്ടാണ്. ഇത് ഇച്ചിരി എനിക്കറിയാം, ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്. ഞാനത് കുഴപ്പമില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സിമ്പിളായിട്ട് തന്നെ പറയും. വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് മാത്രം. ബാക്കി അടുത്ത എപ്പിസോഡിൽ കഥ വരയ്ക്കും.